അല്ല, ഞാൻ ഇടപെട്ടിരുന്നു. കർശനമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്നും മന്ത്രിക്ക് റിപ്പോർട്ട് ലഭിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ചികിത്സാ പിഴവ് ലാഘവത്തോടെ കാണുന്ന രീതി ഈ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവില്ല. അതുമാത്രവുമല്ല, എത്ര വേണ്ടപ്പെട്ട ആളായാലും അതിൽ നടപടിയെടുക്കണമെന്നാണ് ഞാനും ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നത്. അതെ, അല്ല, അത് ഇനി അങ്ങോട്ട് ചികിത്സാ പിഴവുകൾ കഴിഞ്ഞ കാലത്ത് ഒരുപാടുണ്ടായിരുന്നല്ലോ. പക്ഷെ ആ സർക്കാർ ലാഭത്തോടെ കണ്ടത്. ഇത് ലാഭത്തോടെ കാണില്ല. അത് നിയോജകമണ്ഡലത്തിലാണെങ്കിൽ MLA ലാഭത്തോടെ കാണില്ല. ഞാൻ പോയിരുന്നു. അതിൽ വന്ന വാർത്ത തെറ്റാണ്. കാരണം അത് ആ പുളിയഞ്ചേരി UP സ്കൂളായിരുന്നു. ഞാനവിടെ പോയിരുന്നു. അവിടെ പോയപ്പോൾ സത്യം മനസ്സിലാവുന്നത് അത് 2 ദിവസം അവധി കൊടുത്തതാണ്. അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള പ്രവൃത്തി നടത്താൻ വേണ്ടി 2 ദിവസം രക്ഷിതാക്കളുമായി ആലോചിച്ച് അവധി കൊടുത്തതാണ്. അപ്പോൾ അതിനെയാണ് സ്കൂൾ അടച്ചുപൂട്ടിയ വാർത്ത വന്നത്. അല്ല, ഇപ്പോൾ അതിനുവേണ്ടി നോട്ടീസ് നൽകി. ഞാനും നഗരസഭാ ചെയർമാനും ഒരുമിച്ച് അവിടെ പോയി. അപ്പോൾ നോക്കുമ്പോൾ ഫിറ്റ്നസ് കിട്ടാൻ കുറച്ചുകൂടി പ്രവൃത്തി ആ കെട്ടിടത്തിന് ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തി തുടർന്നു. ഈ സ്കൂൾ മറ്റൊരു കെട്ടിടത്തിൽ അതുവരെ പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കുകയും ചെയ്തു. മേൽക്കൂരൻ്റെ വിഷയമാണ്. കാരണം അത് 10 വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സ്കൂളാണ്. ആ സ്കൂളിലെ മേൽക്കൂര അല്ല, അത് ഞാൻ അങ്ങനെ പറയുന്നില്ല, കുറ്റപ്പെടുത്തി പറയുന്നില്ല. കാരണം ഒരു സ്കൂളിലെ നടത്തിക്കൊണ്ടുപോകുന്നതൊക്കെ പറഞ്ഞാൽ മാനേജ്മെന്റിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും 1-2 പോസ്റ്റ് കിട്ടുന്ന ലക്ഷങ്ങൾ മാത്രമേ നമ്മുടെ നാട്ടിലുണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ അകത്ത് വീഴ്ച, അതായത് എന്തൊക്കെ പറഞ്ഞാലും ഫിറ്റ്നസ് ഇല്ല എന്നുള്ളൊരു വീഴ്ച തന്നെയാണ്. ആ വീഴ്ച പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം സ്കൂളിൻ്റെ പ്രവർത്തനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയത്. മാനേജ്മെൻറ്റ് 2 വീടുകളായിട്ട് മാറ്റി. മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെയും HMൻ്റെയും ഒരുമിച്ചുള്ള അപേക്ഷ പ്രകാരമാണ് അങ്ങനെ മാറ്റിയത്. ഒരു 2 ആഴ്ച കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിച്ച് ഈ കെട്ടിടത്തിൽ തന്നെ സ്കൂളിൽ പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കും. ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. തുടങ്ങും. കുട്ടികൾക്ക് ഒരു ദിവസം പോലും ഇതിൻ്റെ പേരിൽ ഒരു അധ്യയന ദിവസം പോലും നഷ്ടപ്പെടില്ല. തൊട്ടടുത്ത വീട്ടിലേക്ക് മാറ്റിയത്. ഞാനും മുനിസിപ്പൽ ചെയർമാനും ഒക്കെ അത് പോയി നേരിട്ടപ്പെട്ടതാണ്. ഇല്ല, 2 ആഴ്ച കൊണ്ട് അതിന് പ്രവൃത്തി ആരംഭിച്ചു. ഫിറ്റ്നസ് ലഭിക്കാൻ ആവശ്യമായ രീതിയിലേക്കുള്ള കെട്ടിട നിർമ്മാണം, കെട്ടിടത്തിൻ്റെ പുനർനിർമ്മാണം ആരംഭിച്ചു. 2 ആഴ്ച കൊണ്ട് അത് പൂർത്തീകരിക്കും. തുടങ്ങിക്കഴിഞ്ഞു. ദ്രുതഗതി നടക്കുകയാണ് വർക്ക്. അല്ല, ജനമൊന്നും അത്ര പെട്ടെന്നൊന്നും എതിരാവില്ല. അങ്ങനെ അക്കാര്യത്തിലൊന്നും വേണ്ട. അല്ല കേൾക്കൂ. പക്ഷേ മന്ത്രിയുടെ പ്രസ്താവന ഇന്ന് വന്നു കഴിഞ്ഞല്ലോ. പവർ കട്ടിൻ്റെ കാര്യത്തിലൊക്കെ അത് പരിഹരിക്കാനുള്ള നടപടിയുണ്ടാവുമെന്ന് മന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അതിലൊന്നും ആശങ്ക വേണ്ട. ഏതായാലും കഴിഞ്ഞ കാലങ്ങളെ പോലെ വിമർശനം വരുമ്പം തലതിരിക്കുകയും അല്ലെങ്കിൽ അതിനെതിരെ ലാഘവത്തോടെ അല്ല ഇന്ന് കേരളത്തിലുള്ളത്. അതൊക്കെ നോക്കുക. അതിനുള്ള ധൈര്യം ആർക്കില്ല. കേരളത്തിലെ വലിയ വിഷയത്തിൽ ദേശീയയുടെ പങ്കുപോലെ തന്നെ പ്രധാനമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് കേസ് നൽകിയ പങ്ക്. അപ്പൊ അലോഷ്യസ് ഇവരുടെ വിവാദം ഉണ്ടായിരുന്നു. അപ്പൊ കേസിന്റെ മുഖ്യമന്ത്രി അത്ര ഉൾക്കൊള്ളില്ലാത്ത ആക്ഷേപം അല്ലെങ്കിൽ അഭിപ്രായപ്പെടുന്നു. ഇല്ല, മുഖ്യമന്ത്രി ആർക്കും കാണാം. അതിനൊരു തടസ്സമില്ല. മുഖ്യമന്ത്രിയെ കേരളത്തിൽ കാണാൻ ഒരു വിലക്കും. ആ വാർത്ത തന്നെ തെറ്റാണ്. ആർക്കും കാണാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. ഏതായാലും അതൊക്കെ പാർട്ടി തലത്തിൽ അത് KSU പ്രസിഡന്റും മുഖ്യമന്ത്രിയൊക്കെ തമ്മിൽ അവരുടെ പരിഹാരം അതൊക്കെ പരിഹരിക്കാനുള്ള പ്രാപ്തികളാണല്ലേ മുഖ്യമന്ത്രി. അതിലൊന്നും അല്ല, KSUവിനെ ആരാ തള്ളിപ്പറഞ്ഞത്? ആരും തള്ളിപ്പറഞ്ഞില്ലല്ലോ. മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. അതന്നെ ചെറിയ പ്രശ്നങ്ങൾ. അതിനേക്കാൾ വലിയ വിഷയങ്ങൾ എന്തെല്ലാം കിടക്കുന്നു. നിങ്ങൾ ആലോചിക്കുക. കഴിഞ്ഞ കാലത്ത് സർക്കാരിൻ്റെ കാലത്ത് നടന്ന എത്ര അഴിമതികളുണ്ട്, എത്ര കെടുകാര്യസ്ഥലുണ്ട്, അതൊക്കെ നമുക്ക് ചർച്ചാ വിഷയമാക്കുക. അതൊക്കെ പരിഹരിക്കട്ടെ ആദ്യം.